സോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രീം. സോ എന്തായാലും നമ്മുടെ 63 പ്ലേയേഴ്സ് നമ്മുടെ സെമി ഫൈനൽസിൻ്റെ ലാസ്റ്റ് ഡേ ബി ഗ്രൂപ്പിൻ്റെ ലാസ്റ്റ് ഡേയിൽ ജോയിൻ ആയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 23 നമ്മുടെ ബ്രദേഴ്സിൻ്റെ ആണ്, ടീം നമ്പർ 22 നമ്മുടെ ഇന്ത്യൻ ടീമാണ്, ടീം നമ്പർ 21 നമ്മുടെ PNX ആണ്, ടീം നമ്പർ 20 നമ്മുടെ DFS ആണ്, ടീം നമ്പർ 19 നമ്മുടെ LOB ആണ്, ടീം നമ്പർ 18 8X ആണ്, ടീം നമ്പർ 17 ZR ആണ്, അതുപോലെ തന്നെ ടീം നമ്പർ 16 X ടീമാണ്, ടീം നമ്പർ 15 വാർഗോഡ് ആണ്, ടീം നമ്പർ 14 4C3 ടീമാണ്, അതുപോലെ തന്നെ ടീം നമ്പർ 13 നമ്മുടെ ബ്രെയിൻ ടീമാണ്, ടീം നമ്പർ 12 ബ്ലൈൻഡ് ആണ്, ടീം നമ്പർ 11 1X ആണ്, ടീം നമ്പർ 10 എക്സ്കളാണ്, ടീം നമ്പർ 9 ഡസ് ആണ്, ടീം നമ്പർ 8 ഏഷ്യസ് ആണ്. സോ എന്തായാലും രണ്ട് പ്ലേയേഴ്സോട് ജോയിൻ ആവേണ്ടിയിട്ടുണ്ട്. അത് നമ്മുടെ 1Xൻ്റെ ഒരു പ്ലെയറും അതുപോലെ തന്നെ നമ്മുടെ PNXൻ്റെ ഒരു പ്ലെയറുമാണ്. സോ എന്തായാലും രണ്ട് പ്ലേയേഴ്സ് ജോയിൻ ആവേണ്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ റൂം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സോ ആക്ച്വലി ടൈം ആയിട്ടുണ്ട്. മഞ്ജു മജീദിൻ വെൽക്കം ടു ദ സ്ട്രീം ആൻഡ് അക്കി വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. സോ എന്തായാലും നമ്മുടെ റൂം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആക്ച്വലി. സോ എന്തായാലും നമ്മുടെ ഇത് മാപ്പ് റാങ്കിൽ തന്നെയാണ്. സോ ഇതാണ് സെമി ഫൈനൽസ് ബി ഗ്രൂപ്പിൻ്റെ ലാസ്റ്റ് ഡേ മാച്ച് ആയിരിക്കും. ഇന്നലെ ഒരു മാച്ച് നടത്തി, പക്ഷേ അത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മാച്ച് ഇന്നത്തേക്ക് മാറ്റി വെച്ചാണ്. സോ എന്തായാലും ആ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്സ്. സോ ഇവിടെ ഉള്ളൊരു ആംഗ്രി ബേർഡ്സിനെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്ഡേറ്റ് വന്നതിന് ശേഷം ലോഡിങ് പോലും ആവാത്ത അവസ്ഥയാണ് ആൻഡ്രോയിഡ് ഡിവൈസസൊക്കെ. സോ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് ഒന്നും കാണാൻ സാധിക്കും. എന്തായാലും സോണിൻ്റെ ഗ്ലിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മിലിറ്ററി ബേസ് തൊട്ടിട്ട് നമ്മുടെ കമേഷ്കി ആക്ച്വലി യാസ്നയുടെയും മാൻഷൻ്റെ സെൻറ്ററിൽ കൂടെ യാസ്ന ലിപ്പോക്കയുടെ സെൻറ്ററിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു ഫ്ലൈറ്റ് പാത്താണ്. എന്തായാലും ബ്ലൈൻഡ് സാധാരണ ഫ്ലൈറ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സോ എന്തായാലും നമ്മുടെ ഹോട്ടർ ആയിരിക്കുന്നത് ഷുഹൈബ് KP ബ്രോ വെൽക്കം ടു സ്ട്രീം, താങ്ക് യു ഫോർ സപ്പോർട്ട്, വെൽക്കം. സോ എന്തായാലും നമ്മൾ ടീം ലിസ്റ്റൊക്കെ ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഫൈറ്റില്ലാത്ത സ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ടീം നമ്പർ 8 നമ്മുടെ ഏഷ്യസ് ആണ്, ടീം നമ്പർ 9 ഡസ് ആണ്, ടീം നമ്പർ 10 എക്സ്കളും, ടീം നമ്പർ 11 1Xും, ടീം നമ്പർ 12 ബ്ലൈൻഡ്, ടീം നമ്പർ 13 ബ്രെയിൻ, ടീം നമ്പർ 14 4C3, ടീം നമ്പർ 15 വാർഗോഡ്, ടീം നമ്പർ 16 പുളി കട്ടപ്പുളി എന്ന് പറയുന്നുണ്ട് പിന്നല്ല ബ്രോ, ടീം നമ്പർ 16 X ടീമാണ്, ടീം നമ്പർ 17 ZR ആണ്, ടീം നമ്പർ 18 8X ആണ്, ടീം നമ്പർ 19 LOB ആണ്, ടീം നമ്പർ 20 DFSും, ടീം നമ്പർ 21 നമ്മുടെ PNXും, ടീം നമ്പർ 22 ഇന്ത്യൻ ടീമും, അതുപോലെ തന്നെ ടീം നമ്പർ 23 ബ്രദേഴ്സിനും ടീമാണ്. സോ എന്തായാലും പ്ലേയേഴ്സൊക്കെ ചാടുന്നതാണ്. നമ്മൾ നോക്കിയിരിക്കുന്നത് ഏഷ്യസ് ടീമിനെയാണ്. സോ എന്തായാലും നമ്മുടെ ഏഷ്യസ് ടീം പോച്ചിങ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റ് ബോട്ട് പറയുന്ന പോലെ മച്ചന്മാരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 600 ആണ്. സോ ഇന്നെന്തായാലും നമുക്ക് 600 എത്തിക്കണം. നിങ്ങൾ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് അത് ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീമാണെങ്കിൽ മിലിറ്ററി ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഏഷ്യസ് ടീം ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു പോച്ചിങ് ഏരിയ പിടിക്കുന്നുണ്ടോ എന്നറിയില്ല. ആക്ച്വലി നമ്മുടെ ബ്ലൈൻഡ് ടീമാണെങ്കിൽ മിലിറ്ററി ബേസ് എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ ടീമുകളും മാറി ഇറങ്ങുകയാണ്. സോ എന്തായാലും എല്ലാവരും സർവൈവിങ്ങിൻ്റെ മൂഡിലാണെന്ന് തോന്നുന്നു, എല്ലാവരും മാറി ഇറങ്ങുന്നുണ്ട്. സോ PNX ടീം വാർഗോഡ് ഡെസ്സൊക്കെ ഒരുമിച്ചാണ്, ബ്രദേഴ്സിനാമ വേറൊരു വഴിക്കാണ്, DFS വേറൊരു വഴിക്കാണ്. സോ X ടീം ടീം നമ്പർ 11 4C3 അതുപോലെ നമ്മുടെ എക്സ്കളും ഒരേ ഏരിയ യാസ്ന ഏരിയയിലേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മൾ നോക്കിയിരിക്കുന്ന ഏഷ്യസ് ടീമാണ്. സോ എന്തായാലും ഒരു സൈഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വാർഗോഡ് ടീം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്സും ആക്ച്വലി PNSും അടുത്തടുത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ഡെസിൻ്റെ പ്ലേസിൽ നമുക്ക് നോക്കാം. ഡെസിൻ്റെ ചാർലി ഉണ്ട്, റെക്കോൺ ഉണ്ട്, ഡൊമിനിക് ഉണ്ട്, ക്രോക്ക് ഉണ്ട്. സോ എന്തായാലും 4 പ്ലേസ് ഡെസിന് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 21 ഉണ്ട്, ടീം നമ്പർ 21 നമ്മുടെ PNXൻ്റെ പ്ലേസാണ്. സോ എന്തായാലും PNXൻ്റെ പ്ലേസിന് ഗണ്ണൊന്നും കിട്ടാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും അവരുടെ അടുത്തൊരു വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. സോ എന്തായാലും വണ്ടി എടുത്ത് അവർ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ബ്രോ വേണ്ട ആക്ച്വലി വഞ്ചിമ വേണ്ട PNXനെ കാണാം. 3 പ്ലേസാണ് PNXനുള്ളത്. PNXൻ്റെ ഐറിസ് ഉണ്ട്, അതുപോലെ തന്നെ സിക്കാർണൻ, അതുപോലെ തന്നെ റോക്ക് അടങ്ങുന്ന 3 പ്ലേയേഴ്സാണ്. എന്തായാലും ഒരു ഡെസിൻ്റെ അടുത്തുനിന്ന് വണ്ടി വിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 10 എക്സ്കളുടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എക്സ്കൾ ടീം നമുക്ക് നോക്കാം. ഓപ്പോസിറ്റുള്ള നമ്മുടെ ടീം നമ്പർ 11 ആണ്. സോ ടീം നമ്പർ 11 നമ്മുടെ 1X ആണ്. ആക്ച്വലി എക്സ്കളുടെ സൽമാൻ്റെ കയ്യിലൊക്കെ ഒരു M4 ഒക്കെ ഇട്ടിട്ടുണ്ട്. M4 ഇട്ട് എക്സ്കളുടെ സൽമാൻ ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നത് 1Xൻ്റെ പ്ലേസാണ്. ആക്ച്വലി 1Xൻ്റെ പ്ലേസ് മാറിയിട്ടുണ്ട്. സോ എന്തായാലും എക്സ്കളുള്ള ഫ്രീ KP സിയാഷിക്ക് സൽമാൻ അടങ്ങുന്ന 4 പ്ലേസാണുള്ളത്. എന്തായാലും X ടീം തൊട്ടടുത്ത് തന്നെയുണ്ട്. സോ X ടീമിനാണെങ്കിൽ 4 പ്ലേസ്, റിപ്പർ വിസാഡ് അതുപോലെ എക്സലും ഹസീമുമാണ്. സോ എന്തായാലും 2 ടീമുകളും നമ്മുടെ ഇവിടെയാണ് നിൽക്കുന്നത്. യാസ്ന ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബ്രദേഴ്സിനാം ടീമിൻ്റെ അവസ്ഥ എന്താണ് നോക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും ബ്രദേഴ്സിനാമിലേക്ക് പോകുമ്പോൾ
അവരിവിടെ വന്ന് ഇറങ്ങി ആക്ച്വലി ലൂട്ടൊന്നും ആയിട്ടില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റംബോയാണ്. ബ്രസീലിനാമിന് 4 പ്ലേയേഴ്സാണല്ലോ. ബ്ലൂ കാസ സാവേജ് അതുപോലെ തന്നെ റംബോ അടങ്ങുന്ന മെയിൻ സ്കോഡ് തന്നെയാണ് ബ്രസീലിനാമിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. PNX കയറി ചെല്ലുന്ന യാസ്ന ഏരിയയിലേക്കാണ്. സോ എന്തായാലും നമ്മുടെ അവിടെ സെറ്റായിട്ട് ടീമുകൾ എടുത്തേക്കായിരിക്കും തോന്നുന്നു. ആക്ച്വലി നമ്മുടെ PNXൻ്റെ പ്ലേയേഴ്സ് ടീം നമ്പർ 14 അടുത്തേക്കാണ് കയറി ചെല്ലുന്നത്. ടീം നമ്പർ 40 നമ്മുടെ 4C3 ടീമിൻ്റെ അടുത്ത് തന്നെയാണ് അവർ വന്നിറങ്ങിയിരിക്കുന്നത്. എന്തായാലും 4C3 ടീം കണ്ടാൽ അഴിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും 4C3 പ്ലേയേഴ്സ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും അപ്പുറത്തുള്ള ആക്ച്വലി വണ്ടി വന്നിറങ്ങിയത് അവർ കണ്ടിട്ടുണ്ട്. ടീം നമ്പർ 21 പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി PNS വേഴ്സസ് 4C3 നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ആക്ച്വലി. സോ എന്തായാലും നമ്മുടെ PNXൻ്റെ പ്ലേയേഴ്സ് ആക്ച്വലി അവരവിടെ ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു വണ്ടി എടുക്കാനുള്ള പ്ലാൻ. എന്തായാലും ഐറിസ് വണ്ടി കയറിയിട്ടുണ്ട്. സോ എന്തായാലും ബാക്കി പ്ലേയേഴ്സിന് വണ്ടി കയറിയിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് ആണെങ്കിൽ ആ വീടിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അതേസമയത്ത് എക്സ് ടീമും കളി നിൽക്കുന്ന കാണാൻ സാധിക്കുന്നത് റിതു ജോയിൻ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ റിതു എക്സിറ്റ് ആയി പോയെന്ന് എനിക്കറിയാം. എന്തായാലും കൊച്ചുണ്ണി VPO കൊച്ചുണ്ണി കയറി ചെല്ലുന്നുണ്ട്. സോ എന്തായാലും കൊച്ചുണ്ണിയും അതുപോലെ തന്നെ ടീം നമ്പർ 14 D-Day ഈ പ്ലെയറും കയറുന്നത് റോക്കിനിവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഐറിസ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ഐറിസിനെ കണ്ടലടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ എന്തായാലും PNXൻ്റെ ഐറിസ് ആണെങ്കിൽ വെളി കവറെടുത്തേക്ക്. എന്തായാലും 4C3 ക്രൈസിൻ കയറി വരുന്നുണ്ട്. സോ എന്തായാലും ഐറിസിൻ്റെ ഒന്നുമില്ല ആക്ച്വലി. സോ ഐറിസ് ഇടിക്കാൻ നോക്കുന്നുണ്ട്. ഐറിസിനെ ഇവിടുന്ന് അടിച്ചു. ഐറിസിനെ നോക്ക് ചെയ്തു. ഇനി അവർക്ക് ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ആ പുള്ളി വണ്ടി വിട്ടു പോയി. ആക്ച്വലി പുള്ളിയുടെ കയ്യിലൊരു VSS മാത്രമാണ്. എന്തായാലും പുള്ളി VSS എടുത്തിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി പുള്ളി വീടിൻ്റെ മണ്ടയ്ക്കാണ്. സോ എന്തായാലും പുള്ളിക്കൂടെ ലൂട്ട് ആക്ച്വലി ഒരു സ്കാറിലൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും സ്കാറിലൊക്കെ പിടിച്ചിട്ട് TPP എടുത്താണ് നിൽക്കുന്നത്. 4C3 3 പ്ലേയേഴ്സാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നതിലും റാപ്റ്ററിനെ കണ്ടു. റാപ്റ്ററിനെ അടിച്ചു. റാപ്റ്ററിനെ നോക്കി ചെയ്തു. റാപ്റ്ററിൻ്റെ കില്ലും ആക്ച്വലി ഇവിടെ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നല്ലൊരു കില്ലെടുക്കാൻ നമ്മുടെ ഒരു പ്ലെയറിന് PNXൻ്റെ ഒരു പ്ലെയറിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും 4C3 ഹരി അവിടെ കവറിലാണ് നിൽക്കുന്നുണ്ട്. സോ എന്തായാലും ഗ്രാനേഡ് ഒന്നും ഇവിടെ. സോ 3 പ്ലേയേഴ്സ് ആക്ച്വലി 2 പ്ലേയേഴ്സ് കൂടെ കയറി വരുന്നുണ്ട്. സോ എന്തായാലും അവർക്ക് കട്ട സപ്പോർട്ടാണ്. എന്തായാലും ഇറങ്ങുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ടീം നമ്പർ 21 PNXൻ്റെ പ്ലെയറിന് നല്ല. എന്തായാലും ഒരു പ്ലെയർ കയറി വന്നു. ബാക്കിൽ നിന്ന് അടിച്ചു. 3 പ്ലേയേഴ്സ് കയറി അടിച്ചു. PNX ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയി ചെയ്തിട്ടുണ്ട്. 4C3 ടീമാണ് അവർ വൈപ്പ് ചെയ്തേക്കുന്നത്. സോ എന്തായാലും ബാക്കി ടീമുകളൊക്കെ നിൽക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ 8X ടീമൊക്കെ ആണെങ്കിൽ ഒത്തിരി ദൂരെയായിട്ടാണ് മാറി നിൽക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ടീം നമ്പർ 19 LOB എടുത്ത് അടികൾ തുടങ്ങിയിട്ടുണ്ട്. LOBയുടെ പ്ലേയേഴ്സ് ആക്ച്വലി വീണ് തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും LOB എടുത്തേക്ക് പോയിട്ടുണ്ട്. സോ എന്തായാലും LOBക്ക് ഇനിയും ഉള്ളത് ആക്ച്വലി LOBയുടെ സ്റ്റാർക്കിനെ അവർ തീർത്തിട്ടുണ്ട്. സോ LOBയുടെ മെയിൻ പ്ലെയർ ആയിരുന്നു. സോ എന്തായാലും ഒരു പ്ലെയറിന് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഇസഡാർ പ്ലെയർ എന്നുണ്ടെങ്കിൽ LOBക്ക് സ്പാർക്കിലൂടെ നോക്കാണ്. സോ എന്തായാലും ഫ്ലാഷ് അടുത്തതിനുണ്ട്. ഫ്ലാഷ് ഇവിടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും റിഫ്ലക്സിലേക്ക് പോകുമ്പോൾ റിഫ്ലക്സോടെ കവർ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ഇസഡാറിൻ്റെ 4 പ്ലേയേഴ്സാണ്. ഇസഡാറിൻ്റെ റവേജറിന്. സോ എന്തായാലും ഒരു പ്ലെയറിനെ കണ്ടു. എൻ്റെ മോനെ ഒരു നല്ല ഷോട്ടായിരുന്നു. റിഫ്ലക്സിൻ്റെ വക അക്യൂറസിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. അക്യൂറസിൻ്റെ കില്ലും ആക്ച്വലി എടുത്തിട്ടുണ്ട്. ഇവിടെ നൈസ് പ്ലേ ആയിരുന്നു. സോ എന്തായാലും ഇവിടെ ഒരെണ്ണം ഇട്ടപ്പോൾ തിരിച്ച് അവിടെയും LOB ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. സോ ആക്ച്വലി എന്തായാലും LOBയുടെ പ്ലേയേഴ്സ് കയറിച്ചിരുന്നുണ്ടല്ലോ. ഇസഡാറിൻ്റെ പ്ലെയർ LOBയുടെ ഒരു പ്ലെയർ നോക്കി ചെയ്തത് ഇസഡാറിന് ഒരു പ്ലെയർ നോക്കായിട്ട് കിടക്കുകയാണ്. ഇസഡാറിന് ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. സോ അത് നമ്മുടെ ബ്രൂട്ടലാണ്. സോ ബ്രൂട്ടൽ ആക്ച്വലി ഇനി റവേജർ മാത്രം ഒറ്റ പ്ലെയർ മാത്രമായിട്ട് ഇസഡാറിന് മാറുന്നുണ്ട്. 3 പ്ലേയേഴ്സാണ് ഇസഡാറിന് നോക്ക്. സോ എന്തായാലും LOBക്കും 2 പ്ലേയേഴ്സ് നോക്കാണ്. സോ എന്തായാലും ജോക്കർ ആക്ച്വലി റിഫ്ലക്സ് വേഴ്സസ് ഇസഡാറിൻ്റെ റവേഗർ. സോ എന്തായാലും റവേഗർ ഇവിടെ വന്നിട്ട് റിവൈവിങ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആക്ച്വലി ജോക്കറും അവിടെ ആക്ച്വലി നമ്മുടെ റിഫ്ലക്സ് അവിടെ റിവൈവിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇവിടെ റിവൈവിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്പാർക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇസഡാറിൻ്റെ റവേജർ അവിടെ വന്നിട്ട് ബ്രൂട്ടലിനെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. സോ മാഡ്മാക്സും അടുത്തതിനുണ്ട്. മാഡ്മാക്സിനെ റിവൈവ് ചെയ്യണം. ആക്ച്വലി ഇവിടെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും റിഫ്ലക്സ് കയറിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. റിവൈവിങ് കഴിഞ്ഞ ആളെ കയറി അടിച്ചു. പക്ഷേ റവേജറിനെ അടിച്ചു. റിഫ്ലക്സ് തീർത്തു. കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ LOB ടീമാണ് അവരെ വൈപ്പ് ഔട്ട് ചെയ്തേക്കുന്നത്. എന്തായാലും സോ ഇസഡാർ ടീമും അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വാർഗോഡിനെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞാൽ വാർഗോഡിലേക്ക് പോയിട്ട് വരാം. വാർഗോഡ് നമ്മുടെ ജോർജോ ഏരിയ നിൽപ്പുണ്ട്. വാർഗോഡ് സീനൊന്നുമില്ല. വാർഗോഡിൻ്റെ 4 പ്ലേയേഴ്സാണല്ലോ വാർഗോഡിന്. കോക്സ് ഗെയിമിംഗ് ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്തായാലും വാർഗോഡിന് ഡ്രാക്കുളയുണ്ട്, ഫ്ലോക്കിയുണ്ട്, എൻവിയോൺ ഉണ്ട്, വോട്ടെക്സർ അങ്ങനെ 4 പ്ലേയേഴ്സാണ് ജോർജോ നിൽക്കുന്നത്. സോ അവർക്ക് കുഴപ്പമൊന്നുമില്ലാണ് അവർ നിൽക്കുന്നത് ബ്രോ. സോ ആക്ച്വലി അവരുടെ അടുത്ത് കുറച്ച് മാറി നമ്മുടെ ഡസ് ടീമുണ്ട്. ഡസ്സിന് 4 പ്ലേയേഴ്സാണുള്ളത്. ഡസ്സിന് ചാർലി റെക്കോൺ, ഡൊമിനിക് റോക്ക്, FTW അടങ്ങുന്ന 4 പ്ലേയേഴ്സാണുള്ളത്. എന്തായാലും അവർ കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. സോ എന്തായാലും 4C3 പ്ലേയേഴ്സ് ആക്ച്വലി PNXനെ ഷുഹൈബ് KB ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു ഫോർ സപ്പോർട്ട് ബ്രോ. താങ്ക് യു സോ മച്ച്. സോ എന്തായാലും ഏഷ്യസ് ടീം ഗഡ്കെ അവിടെ നിൽപ്പുണ്ട്. അതേസമയം ഇവിടെ ഇന്ത്യൻ ടീം മിൽട്ട ഏരിയയിലാണ് നിൽക്കുന്നത്. സോ എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സാറുണ്ട്, ടൈറ്റാനുണ്ട്, റൈഡറുണ്ട്, സാഡി അടങ്ങുന്ന 4 പ്ലേയേഴ്സാണുള്ളത്. എന്തായാലും അവർക്ക് ലൂട്ടൊക്കെ ആയി അവർ ഇനി അടി വെടിപ്പൂരം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് 2 വണ്ടികളിൽ കയറി പോകുന്നുണ്ട്. സോ ഇവിടെ ബ്ലൈൻഡ് ടീം സ്റ്റിൽ ആക്ച്വലി അവരും കയറി വരുന്നുണ്ട്. സോ ബ്ലൈൻഡ് പ്ലേയേഴ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിബൽ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലും അതേസമയത്ത് റിബൽ ഒറ്റയ്ക്കാണ് വണ്ടിയെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗോക്സ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. സോ എന്തായാലും ബ്ലൈൻഡ് സാത്താനും ഒറ്റയ്ക്കാണോ വണ്ടി വന്നിട്ടിരിക്കുന്നത്? അല്ല, സാത്താനും വില്യംസും മൂസും ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
സോ എന്തായാലും റിബൽ കയറി ചെല്ലുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ അടുത്തൂടെ ആയിരിക്കാൻ പോകാൻ സാധ്യത. എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആക്ച്വലി ബ്ലൈൻഡ് റിബലിനെയാണ്. സോ എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് കയറി പോകുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് പോകുന്ന നമ്മുടെ റിബലാണ്. സോ എന്തായാലും റിബൽ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ്റെ അടുത്തൂടെ ആയിരിക്കാൻ പോകാൻ സാധ്യതകൾ. കാരണം അതേ ലൊക്കേഷൻ ലക്ഷ്യമാക്കിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലെവിൻ റിജി 1x എന്ന് പറയുന്നുണ്ട്. ബ്രോ വെൽക്കം ടു സ്ട്രീം, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. SPRTM 1x സ്പെക്ക് എന്ന് പറയുന്നുണ്ട്. 1x സ്പെക്ക് ചെയ്യാൻ പോകും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു അടി നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ബ്രെയിൻ വേഴ്സസ് ഇന്ത്യന് നടക്കാൻ സാധ്യതകളുണ്ട്. ലെവിൻ മുത്ത എന്ന് പറയുന്നുണ്ട്. ബിനു ടി വെൽക്കം ടു സ്ട്രീം ബ്രോ. സോ എന്തായാലും ഇന്ത്യൻ്റെ പ്ലേസ് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ത്രൈസ് ഫ്രീ ഡസ് ഉണ്ട്. ലെവിൻ രജി ബട്ട് സർ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. BT സർ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ്റെ പ്ലേസ് സ്കൂൾ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എന്തായാലും ബ്രെയിൻ്റെ ടീമും അവിടെ തന്നെയുണ്ട്. സോ ബ്രെയിൻ്റെ പ്ലേസിലേക്ക് ഒന്ന് വേണം 1x സ്പെക്ക് ചെയ്യാൻ ബ്രോ. എന്തായാലും സ്കൂൾ ഏരിയയിലാണ് വിളിക്കുന്നത് 1x സ്പെക്ക് ചെയ്യാനായിട്ട്. 1x ഇപ്പം ആക്ച്വലി 1x സീനൊന്നും ഇല്ലായിരുന്നു ഇതുവരെ. വൺ എക്സ് സാർക്ക് ഏരിയയിലാണ് ബ്രോ. അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ സ്പെക്ക് ചെയ്യാം. സോ 1x 3 പ്ലേയേഴ്സാണുള്ളത്. കേലൻ ആക്ച്വലി കേലൻ, അതുപോലെ നമ്മുടെ കയലൻ എന്നാണോ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കേലൻ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ടോപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഫയർ സോപ്പി അടങ്ങുന്ന മൂന്ന് പ്ലേയേഴ്സാണ് 1x വേണ്ടിയുള്ളത്. സോ 1x 3 പ്ലേയേഴ്സ് ജോയിൻ ആയിട്ടുള്ളായിരുന്നു. അവർ സാർക്ക് ഏരിയ ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ല. 4C3 വേഴ്സസ് ബ്ലൈൻഡ് അടക്കാൻ സാധ്യതയുണ്ട്. 4C3 പ്ലേയേഴ്സ് നമ്മുടെ റിബലിൻ്റെ അടുത്തോടെ പോയിട്ടുണ്ട്. എന്തായാലും സാത്താനൊക്കെ പോകുന്ന വണ്ടി അടുത്തൂടെയാണ് അവർ പോയത്. എന്തായാലും അവർ അടിക്കുന്നില്ല, പരസ്പരം അടിക്കാതെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 4C3 3 പ്ലേയേഴ്സാണ് ആക്ച്വലി 4C3 എന്തായാലും ഇന്ത്യൻ സാരി അടിച്ചു. ബ്രെയിൻ്റെ പ്ലെയറിനെ അവിടെ നോക്കിയുന്നുണ്ട്. സോ ഇന്ത്യൻ വേഴ്സസ് ബ്രെയിൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഇന്ത്യൻ്റെ ടീമിലേക്ക് പോകണം. ഇന്ത്യൻ്റെ പ്ലേയേഴ്സാണ് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ വേഴ്സസ് ഇന്ത്യനാണ്. ഇന്ത്യൻ്റെ സാഡിയാണ് ഇവിടെ M24 ഇട്ട് ബ്രെയിൻ്റെ പ്ലെയറെ നോക്കിയിരിക്കുന്നത്. 4C3 സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ബ്ലൈൻഡ് വില്യംസ് ഇറങ്ങുന്ന വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ബ്ലൈൻഡ് വില്യംസും ആക്ച്വലി അവരെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. എന്തായാലും വില്യംസ് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് ആക്ച്വലി. സോ വില്യംസ് അവിടെ വണ്ടി കൊണ്ടു നിർത്തി വില്യംസിൻ്റെ വണ്ടി അടിക്കാൻ നോക്കുന്നുണ്ട്. സാഡിയാണ് ഇവിടെ കിടന്ന് അടിക്കുന്നത്. 4C3 അടുത്തൂടെ പോകുന്നുണ്ട്. സോ ബ്രെയിൻ്റെ പ്ലേയേഴ്സിന് ഇവിടെ ഒരാളെ നോക്കായിരുന്നു. എന്തായാലും അയാളെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ എന്തായാലും ബ്രെയിൻ ഇനി പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. 3 പ്ലേയേഴ്സ് ആക്ച്വലി 4 പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും ബ്ലൈൻഡ് വില്യംസ് വണ്ടി അടിച്ച് പൊട്ടിച്ച് തീർത്തിട്ടുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡിന് വില്യംസ് നഷ്ടമായിട്ടുണ്ട് ആക്ച്വലി. സോ ബ്ലൈൻഡ് ഇനിയുമുള്ളത് നമ്മുടെ റിബലും അതുപോലെ തന്നെ ബ്ലൈൻഡ് മൂസും ബ്ലൈൻഡ് സാധാരണ അടങ്ങുന്ന 3 പ്ലേയേഴ്സേ അവർക്കുള്ളൂ. എന്തായാലും സോ ബ്ലൈൻഡ് പ്ലേയേഴ്സ് വീണ്ടും നമ്മുടെ ഈ ഏരിയയിൽ കൂടെ പോകുന്നുണ്ട്. അതേസമയത്ത് ബ്ലൈൻഡ് സാധാരണ മൂസ് ഒരു വണ്ടിയിലാണ്. അവർക്ക് അടികൾ വരുന്നുണ്ട്. ടസ് ഒഫീഷ്യൽ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്തായാലും ഇന്ത്യൻ പ്ലെയർ നമ്മൾ കാണിച്ചായിരുന്നു ബ്രോ. എന്തായാലും ബ്ലൈൻഡ് സാത്താൻ വന്നിറങ്ങാൻ നമുക്ക് സാത്താനും അതുപോലെ തന്നെ മൂസൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ്റെ അടുത്തുകൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആണെങ്കിൽ സാൽസ് ടൈറ്റാൻ റൈഡർ ചാടി അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. എന്തായാലും അവരും കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. സോ 4C3 ടീം നമ്മുടെ ബ്ലൈൻഡിൻ്റെ ഒരു പ്ലെയറിനെ തീർത്തിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് ആക്ച്വലി അവർ വീണ്ടും കറങ്ങി ടീം നമ്പർ 22 അടുത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഫൈറ്റ് എടുക്കുന്നില്ല. ആക്ച്വലി മുസ്ലിം സാത്താനും അതുപോലെ തന്നെ ബ്ലൈൻഡിന് ഇനിയും റിബലൂടെ ഉള്ളൂ. സോ റിബൽ വേറൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. എന്തായാലും മുസ്ലിം സാത്താനോടാണ് ഒരു ഡാസിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേലൻ 1x കേലൻ ഓക്കെ ബ്രോ. 4C3 ബ്രോ കുഴപ്പമില്ല നിൽക്കുന്നത്. അവർ കോച്ചിങ് എടുത്ത് ഡ്രോപ്പ് പോകുന്ന കിടപ്പുണ്ട്. അവിടെ നിൽക്കുകയാണ് അവർ. എന്തായാലും റൊസോക്കിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ബ്ലൈൻഡ് 2 പ്ലേയേഴ്സ് കയറി ചെല്ലുന്നത്. അതേസമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ബ്രദേഴ്സിനാമുണ്ട്. സോ ബ്രദേഴ്സിനാമിൻ്റെ അവസ്ഥ എന്താണ്? അവരും വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും കുഴപ്പമൊന്നുമില്ലാണ് നിൽക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ബ്ലൈൻഡ് ടീം കയറി ചെന്നിട്ടുണ്ട്. ആക്ച്വലി എന്തായാലും ബ്ലൈൻഡിന് അടികൾ വരുന്നുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് അടികൾ വരുന്നത് നമ്മുടെ ഇന്ത്യൻസ് ടീമിൻ്റെ വകയാണ്. സോ എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലൈൻഡ് മുസ്ലിം സാത്താൻ ഒരുമിച്ചാണ് ഒരു ഡാസിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യൻ ടീം ഇവിടെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഡസ് ചാർജ് ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു സ്ട്രീം. സോ എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡ് 2 പ്ലേയേഴ്സാണല്ലോ. എന്തായാലും അവർ വണ്ടി വിട്ടടിച്ച് പോയിട്ടുണ്ട് റോസോക്കിൻ്റെ ഏരിയ കൂടെ. സോ എന്തായാലും നമ്മുടെ ബ്ലൈൻഡ് പ്ലേയേഴ്സിന് അടികൾ വരുന്നുണ്ട്. സോ എന്തായാലും ഇവരുടെ ഡാസിയുടെ ഹെൽത്ത് എന്തായാലും കുറവുണ്ടായിരിക്കും. കാരണം കുറേ അടികൾ കുറച്ചിട്ടുണ്ട്. എന്തായാലും സാത്താൻ ഹെൽത്ത് കുറവാണ്. എന്തായാലും റിബലിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സാത്താനും അതുപോലെ തന്നെ മുസ്ലിം ചെന്ന് എത്തിയിട്ടുണ്ട്. സോ എന്തായാലും സർവൈവ് ചെയ്യേണ്ടത് ബ്ലൈൻഡിനും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം സർവൈവിങ്ങിന് പോയിന്റ് കൂടുതലാണ്. അതുമല്ല ഇവർക്കിപ്പോൾ ഈ മാച്ചിൽ അവർക്ക് കില്ലൊന്നും ആയിട്ടുമില്ല. സോ എന്തായാലും സർവൈവിങ്ങിന് അതുപോലെ തന്നെ നമ്മുടെ 8x വേഴ്സസ് എക്സ്ട്രീം എടുക്കാൻ സാധ്യതയുണ്ടല്ലോ. 8xൻ്റെ പ്ലേയേഴ്സ് എക്സ്ട്രീമിൻ്റെ അടുത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8xൻ്റെ 4 പ്ലേയേഴ്സ് ആണല്ലോ. ടാസ്ക് മാസ്റ്റർ പീസ് ലവർ നോവ കൽക്കി അടങ്ങുന്ന 4 പ്ലേയേഴ്സ് ഉണ്ട്. കൽക്കി ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നോവ അവിടെ എക്സ്ട്രീമിൻ്റെ പ്ലെയർ അടിച്ച് നോക്കിയൊരു എന്തായാലും കൽക്കി ഇവിടുന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. കൽക്കി ബാക്കിൽ നിന്ന് അടിച്ച് നോക്കാൻ സാധ്യതയുണ്ട്. കൽക്കി 1 HP കൽക്കി ബാക്കിൽ നിന്ന് കയറി അടിച്ചു. കൽക്കി അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. 8xന് ഇനിയും ഉള്ളത് ടാസ്ക് മാസ്റ്റർ ഇവിടുന്ന് ഒരു ഗ്രാനേഡ് ആണ് നോക്കുന്നുണ്ട്. ടാസ്ക് മാസ്റ്ററും ആക്ച്വലി പീസ് ലവർ 2 പ്ലേയേഴ്സ് ആണ്. എന്തായാലും ഒരു ഗ്രാനേഡ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. വിസാറിന് കുറച്ച് ഹെൽത്ത് കുറച്ചല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും സോ ടാസ്ക് മാസ്റ്റർ ഇവിടെ കവറിലാണ്. അതേസമയത്ത്
പീസ് ലവറിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ 1 vs 4 സിറ്റുവേഷൻ എന്തായാലും കറങ്ങി ടാസ്ക് മാസ്റ്ററിൻ്റെ അടുത്തും വരുന്നുണ്ട്. സോ എന്തായാലും പീസ് ലവറിൻ്റെ കില്ലും ആക്ച്വലി അവർ എടുത്തിട്ടുണ്ട്. എന്തായാലും എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡായിട്ട് അടിക്കാൻ നോക്കി, ഒരു പ്ലെയറിനെ നോക്കിയത്, പക്ഷേ വിസാഡിൻ്റെ ഹെൽത്തും കുറച്ച്, വിസാഡിൻ്റെ 1 HP മാറ്റി, പക്ഷേ അവിടെ നിന്ന് കയറി വന്നു ഹസീം തീർത്തിട്ടുണ്ട്. സോ 8 എക്സ്ട്രീം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. വിസാറോ വൈറ്റ് ഗെയിമിംഗ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. വാർഗോഡിനെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു. വാർഗോഡ് ജോർജ് പോളിലാണ് ബ്രോ, കുഴപ്പമൊന്നുമില്ലാണ് നിൽക്കുന്നത്. വാർഗോഡിന് ട്രാക്കുള ഫ്ലോക്കി എൻ ബിയോൺ വോട്ടക്സർ എന്ന 4 പ്ലേയേഴ്സ് ഉണ്ട്, ഒരു കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മുടെ LOB ടീം കയറി വരുന്നുണ്ട്. ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്കാണ് LOBയുടെ ടീം കയറി വരുന്നത്. സോ LOBയുടെ പ്ലേയേഴ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇനിയുള്ള 13 ടീമും 47 പ്ലേയേഴ്സുമാണ്. LOBക്കാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ ടീം ഗിൽസ് 4 ആണല്ലോ. എന്തായാലും ബ്ലൈൻഡ് വേഴ്സസ് LOB അടക്കാൻ നല്ല സാധ്യതകളുണ്ട്. എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സിൻ്റെ അടുത്തൂടെയാണ് LOBയുടെ പ്ലേയേഴ്സ് ആക്ച്വലി അവർ വണ്ടി റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്തായാലും LOBക്കാണെങ്കിൽ സ്പാർക്കറും നമ്മുടെ റിഫ്ലക്സും ഒരുമിച്ചാണ് വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും എക്സ്കള്ളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവർ നിർത്താനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും 2 പ്ലേയേഴ്സ് ജോക്കർ വേറൊരു വണ്ടിയിലാണ്. പ്ലെയർ ഇൻഫിനിറ്റി വെൽക്കം ടു സ്ട്രീം ബ്രോ. സോ എന്തായാലും എക്സ്കള്ളിൻ്റെ എപിക്രേസി നിൽക്കുന്നതാണ്. എപിക്രേസി അടുത്തൂടെ പോയി. എപിക്രേസി കണ്ടിട്ടില്ല ആക്ച്വലി എപിക്രേസി അല്ലായിരുന്നു, എപിക്രേസി ഇവിടെ അല്ലായിരുന്നു, കുറച്ച് ദൂരെയാണ്. സോ എന്തായാലും അവരുടെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അവരെ കണ്ടിട്ടില്ല. ടീം നമ്പർ 10 അവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സോ എന്തായാലും അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ അവർ അടിക്കുന്നില്ല. എന്തായാലും നമ്മുടെ LOB ടീം അവിടെ നിന്ന് വണ്ടി വിട്ട് പോയിട്ടുണ്ട്. LOBക്ക് 3 പ്ലേയേഴ്സാണല്ലോ. LOBക്ക് റിഫ്ലക്സ്, ഫ്ലാഷ്, പാർക്കർ അടങ്ങുന്ന 3 പ്ലേയേഴ്സാണല്ലോ. എന്തായാലും LOBയുടെ പ്ലേയേഴ്സ് റോഡിൽ കൂടെ തന്നെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് DFSൻ്റെ അടുത്തേക്കായിരിക്കാം അവർ കയറി ചെല്ലുന്നത്. DFSൻ്റെ പ്ലേയേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. DFSനാണെങ്കിൽ സെബൂട്ടി, ടൈബ്ലോ, ക്രിനാക്സ് അതുപോലെ റോഗ് അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് DFSനുള്ളത്. സോ എന്തായാലും ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ LOBയുടെ പ്ലേയേഴ്സാണ്. LOBയുടെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. സോ DFSൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കിട്ടാനും അതുപോലെ വണ്ടി കൊണ്ടൊന്ന് ചാവിട്ടി നിർത്തിയിട്ടുണ്ട്. സോ എന്തായാലും കയറി ചെല്ലുന്നുണ്ട് നമ്മുടെ LOBയുടെ പ്ലേയേഴ്സ്. 2 പേരാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. റിഫ്ലക്സും അതുപോലെ തന്നെ ഫ്ലാഷ് അടങ്ങുന്ന 2 പ്ലേയേഴ്സാണ്. സോ ഫ്ലാഷ് ആക്ച്വലി ഫ്ലാഷ് അല്ലായിരുന്നു, റിഫ്ലക്സും സ്പാർക്കർ വരുന്നതിലും ഫ്ലാഷും വന്ന് ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ഇവിടെ തന്നെയാണ് നമ്മുടെ DFSൻ്റെ പ്ലേയേഴ്സ്. എന്തായാലും DFSൻ്റെ പ്ലേയേഴ്സ് 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. അത് നമ്മുടെ ഡയബ്ലോയും DFSൻ്റെ സെബൂ ടീമാണ്. സോ എന്തായാലും ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. സോ എന്തായാലും അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അടികൾ റിസൾട്ട് ആക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഡയബ്ലോ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഡയബ്ലോ ഇവിടെ നിന്നിട്ട് ഒരു M16 ഇട്ട് നോക്കുന്നുണ്ട്. സോ ക്രിനാക്സ് ഒക്കെ ആണെങ്കിൽ ക്രിനാക്സ് ഒക്കെ ഇവിടുന്ന് ഗ്രാനേറ്റ് നിൽക്കുകയാണെന്ന് തോന്നുന്നു. സോ ക്രിനാക്സ് ഒക്കെയാണ് മേളിൽ നിൽക്കുന്നത്. ക്രിനാക്സും അതുപോലെ തന്നെ റോഗ് അടങ്ങുന്ന 2 പ്ലേയേഴ്സാണ്. അതിൽ അവർ സ്മോക്ക് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും സോ എന്തായാലും കയറി വരുന്നവർ അടിക്കാൻ പാകത്തിൽ തന്നെയാണ് നമ്മുടെ DFSൻ്റെ പ്ലേയേഴ്സ് നിൽക്കുന്നത്. എന്തായാലും തിരിച്ചിങ്ങോട്ട് ഗ്രാനേഡ് വന്ന് വീഴുന്നുണ്ട്. സോ എന്തായാലും LOBയുടെ പ്ലേയേഴ്സ് കയറി വരാനും സാധിക്കും. വളരെ കൂടുതൽ LOBയുടെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട് തോന്നുന്നു. സോ എന്തായാലും LOBയുടെ പ്ലേയേഴ്സിലേക്ക് വിട്ടിട്ട് LOBയുടെ പ്ലേയേഴ്സ് താഴെ തന്നെ നിൽക്കുകയാണ്. സോ LOBക്ക് ഫ്ലാഷ്, സ്പാർക്കർ, റിഫ്ലക്സ് അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ്. അതേസമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ DFSൻ്റെ സെബൂട്ടി അടങ്ങുന്ന പ്ലേയേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. പ്ലെയർ ഇൻഫിനിറ്റി പിന്നെല്ലാം മോനെ പൊളിക്കെന്ന് പറയുന്നുണ്ട്. ഡിസാരോ താങ്ക്സ് ഫോർ റിപ്ലൈ എന്ന് പറയുന്നുണ്ട്. മഞ്ജിബ 600 സബ്. ഓ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ 600 സബ്സ്. സോ എന്തായാലും നമ്മുടെ LOBയുടെ ടീം കയറുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ നിന്ന് ഡയബ്ലോയുടെ ഹെൽത്ത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും LOBയുടെ റിഫ്ലക്സ് ഒക്കെ കയറി ചെല്ലാൻ സാധ്യതയുണ്ട്. മേളിൽ നിൽക്കുന്ന നമ്മുടെ ക്രിനാക്സ് അതുപോലെ തന്നെ റോഗ് അടങ്ങുന്ന 2 പ്ലേയേഴ്സാണ്. DFSൻ്റെ പ്ലേയേഴ്സാണ് മേളിൽ നിൽക്കുന്നത്. എന്തായാലും സ്മോക്ക് ഇട്ട് കയറി വരുന്നവർ അടിക്കാനുള്ള പാകത്തിലാണ്. കട്ട സ്മോക്കിങ്ങിലൂടെയാണ് നിൽക്കുന്നത്. എന്തായാലും അവിടെ നമ്മുടെ റിഫ്ലക്സ് ആണെന്ന് തോന്നുന്നു. റിഫ്ലക്സ് അല്ല ആക്ച്വലി. സോ എന്തായാലും നമ്മുടെ ഫ്ലാഷാണ് ഡീപ്പ് ഇട്ട് അടിച്ചുകൊണ്ടിരുന്നതും ഡയബ്ലോയ്ക്ക് ഹെൽത്ത് കുറവാണ്. എന്തായാലും ബ്രദേഴ്സിനാം ടീം ബാക്കിയോട് കയറി വരുന്നുണ്ട്. എന്തായാലും ബ്രദേഴ്സിനാം ഒരു തേർഡ് പാർട്ടി അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി അവർ അടികൾ കിണ്ടിട്ട് ഒരു വണ്ടി വരാതെ ഒരു വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെബൂട്ടി എന്തായാലും വെളിയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സെബൂട്ടിയുടെ കയ്യിലൊരു AWയും ഒരു AKയും ആണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഡയബ്ലോയുടെ അവസ്ഥ എന്താണ്? ഡയബ്ലോ ഇവിടുന്ന് ഹെൽത്തൊക്കെ എടുത്ത് ഗ്രാനേഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാനേഡ് അവിടെ ഒരു എത്തുമെന്നുള്ള കാര്യത്തിൽ എന്താ ഗ്രാനേഡ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഗ്രാനേഡ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. പക്ഷേ LOBയുടെ 3 പ്ലേയേഴ്സാണ് താഴെ തന്നെ നിൽപ്പുണ്ട്. LOBയുടെ റിഫ്ലക്സ്, ഫ്ലാഷ്, സ്പാർക്കർ അടങ്ങുന്ന 3 പ്ലേയേഴ്സാണ്. എന്തായാലും അപ്പുറത്തും ആളുള്ള കാര്യം നമ്മുടെ LOBയുടെ ടീമിനെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും കയറി പുഷ് ചെയ്യുന്ന കാര്യം ആക്ച്വലി 3 പേര് ഇങ്ങനെ കയറി. എന്നാലും ബ്രദേഴ്സിനാം വേഴ്സസ് എക്സ്ട്രീം അവിടെ തുടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രീമിൻ്റെ ഒരു പ്ലെയറിനെ ബ്രദേഴ്സിനാമിൻ്റെ ബ്ലൂ കോഡ് നോക്കി ചെയ്തിട്ട് അതേസമയത്ത് ബ്രദേഴ്സിനാമിൻ്റെ റംബോ ഒറ്റ പ്ലെയർ ആയിരുന്നു. എക്സ്ട്രീം അവരെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സാണ് ബ്രദേഴ്സിനാമിനെ വൈപ്പ് ചെയ്തേക്കുന്നത്. എക്സ്ട്രീമിന് ആക്ച്വലി ഒരു പ്ലെയർ നോക്കായിരുന്നു. XL നോക്കാണ്. ഹസീമിനാണെങ്കിൽ ഹെൽത്ത് കുറവായിരുന്നു. സോ എന്തായാലും ബ്രദേഴ്സിനാം ടീം അവിടെ തീരുകയാണ്. എന്തായാലും നമ്മുടെ ടീം നമ്പർ 1Xൻ്റെ അവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1X വേഴ്സസ് 4C3 ആണ്. എന്തായാലും 1Xൻ്റെ പ്ലേയേഴ്സിലേക്ക് ഒന്ന് പോയിട്ട് 1Xൻ്റെ പ്ലേയേഴ്സ്. സോ എന്തായാലും 1Xൻ്റെ പ്ലേയേഴ്സ് നമ്മുടെ 4C3 പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ 4C3 പ്ലേയേഴ്സ് വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1Xൻ്റെ പ്ലേയേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അടികൾ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. എന്തായാലും DFSൻ്റെ അടുത്തേക്കാണ് പോയിട്ട് DFS വേഴ്സസ് LOB അവിടെ തുടങ്ങിയിട്ടില്ല ആക്ച്വലി. സോ എന്തായാലും ഇവരിവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. LOBക്ക് 3 പ്ലേയേഴ്സും DFSന് 4 പ്ലേയേഴ്സുമാണ്. LOBക്ക് 4 കില്ലെടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ LOBയുടെ റിഫ്ലക്സിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. LOBയുടെ പ്ലേയേഴ്സ് ഇവിടെ തന്നെ നിന്ന് കളിക്കുകയാണെന്ന് തോന്നുന്നു.
സോ ഓപ്പോസിറ്റ് ടീം നമ്പർ 20 തന്നെയാണ്. ടീം നമ്പർ 20യുടെ പ്ലേസ് ബൂട്ടിയൊക്കെ AW ഇട്ട് നോക്കുന്നുണ്ട്. സോ എന്തായാലും അവിടെ പുഷിങ് ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫ്ലാഷിനെ ഇവിടെ നോക്കാക്കിയിട്ടുണ്ട്. സോ LOBക്ക് റിഫ്ലെക്സ് ഇവിടെ നോക്കുകയാണ്. ഇനി ഒറ്റ പ്ലെയർ മാത്രം സ്പാർക്കർ കയറി തന്നടിച്ചു. 2 പ്ലേയേഴ്സ് ആക്ച്വലി അവിടെ നോക്കുകയാണെന്നതിൽ സ്പാർക്കറിനെ അപ്പുറത്തു നിന്ന് മോനെ നൈസ് പ്ലേ ആയിരുന്നു ബൈ സെബൂട്ടി അടിച്ചു. ലാസ്റ്റ് പ്ലെയർ ആയിരുന്ന സ്പാർക്കറിനെ അവിടെ തീർത്തുണ്ട്. DFS ടീം കംപ്ലീറ്റ്ലി അവർ വൈപ്പ് ചെയ്തിട്ടുണ്ട്. LOB ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ LOB ടീം അവിടെ തീരുകയാണ്. സോ ഇനി നമുക്കുള്ളത് 11 ടീമുകളാണ്. എന്തായാലും നമ്മുടെ ഡസ്റ്റ് ടീം സോണിലേക്ക് കയറുന്നുണ്ട്. 4C3 സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. 1X സോണിൽ കയറണം, DFS സോണിൽ കയറണം, എക്സ്ട്രീമിന് സോണിൽ കയറണം. അതുപോലെ നമ്മുടെ എക്സ്കൾ വേഴ്സസ് ബ്ലൈൻഡ് കിടക്കാൻ സാധ്യതകളുണ്ട്. ഇതിൽ ബ്ലൈൻഡ് പ്ലേസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ബ്ലൈൻഡ് പ്ലേസ് എക്സ്കളിൻ്റെ കുറച്ചടുത്താണ് നിൽക്കുന്നത്. ആദർശ് നൈസ് കമൻട്രി ബ്രോ, ഡൂയിങ് ഗ്രേറ്റ് വർക്ക് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്ത്യൻ ബ്രെയിൻ്റെ അടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആക്ച്വലി എന്തായാലും ഇന്ത്യൻ ടീം അവിടോട്ട് കയറി പുഷ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്ത്യൻ ടീം. സോ എന്തായാലും ബ്രെയിൻ്റെ ടീം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എന്താണ് നോക്കണം. ഇന്ത്യൻ്റെ 4 പ്ലേയേഴ്സ് ആണല്ലോ. സോ എന്തായാലും അവരിവിടെ സ്റ്റിൽ ഇവിടെ തന്നെ നിൽക്കുകയാണ്. സോ എന്തായാലും M24 ഒരു 4X ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇന്ത്യൻ്റെ സൈഡ് നിൽക്കുന്നത്. സോ എന്തായാലും ഇന്ത്യൻ ടീം പുഷ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തായാലും അവരിവിടെ തന്നെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1X എന്ന് പറയുന്നുണ്ട്, പിന്നല്ല. സോ ബ്രെയിൻ 4 പ്ലേയേഴ്സ് സ്റ്റിൽ സ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ എക്സ്ട്രീമിലൂടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എക്സ്ട്രീം വേഴ്സസ് 1X ആണ്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ അടിക്കുന്നുണ്ട്. 1Xന് ഒരു പ്ലെയർ ഇവിടെ നോക്കാണ്. സോ 1Xന് ഇനിയുള്ളത് വൈറ്റ് മാത്രമായിട്ട് മാറുന്നു. കാലിനോടെ തീരുകയാണ്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലിനും അവിടെ തീർത്തിട്ടുണ്ട്. വൈറ്റ് ഒറ്റ പ്ലെയറാണ്. സോ എന്നാലും പുള്ളിയുടെ വണ്ടിക്കിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളി നൈസായിട്ട് കവർ എടുത്തുണ്ട്. ആക്ച്വലി എക്സ്ട്രീം ആണെങ്കിൽ നല്ല കളിയാണ്. കാരണം എക്സ്ട്രീമിൻ്റെ ഹസിമിന് 4 കില്ലും, എക്സലിന് 2 കില്ലും, വിസാഡിന് 2 കില്ലുമാണുള്ളത്. സോ എന്തായാലും ഏഷ്യസിനെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു. ഏഷ്യസ് കുഴപ്പമില്ലാതാണ് ബ്രോ നിൽക്കുന്നത്. റൂയിൻസ് ഏരിയ നിൽപ്പുണ്ട്, കുഴപ്പമില്ലാണ്. ഏഷ്യസിൻ്റെ പ്ലേസ് നിൽക്കുന്നത്. ഏഷ്യസിന് ക്രാറ്റോസ്, ബാഡ് വുൾഫ്, മെട്രിക്സ്, കോങ് അടങ്ങുന്ന 4 പ്ലേസാണുള്ളത്. അവർ കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെ സ്പെക്ക് ചെയ്യാൻ നമ്മൾ ഫൈറ്റ് ഒന്നും മിസ് ചെയ്യുന്നില്ല. മാക്സിമം ഫൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ TFS വേഴ്സസ് എക്സ്ട്രീം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സ്പെക് ഡെസ് ബി എന്ന് പറയുന്നുണ്ട്. ഡെസ് കുഴപ്പമില്ല, സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡെസ് കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. സോ എന്തായാലും TFS വേഴ്സസ് എക്സ്ട്രീം അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എക്സ്ട്രീം വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന എക്സ്ട്രീമിനെ കണ്ടു. DFS ഇവിടെ നിന്ന് അടിക്കാൻ നോക്കി, പക്ഷേ അടികൾ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. അതേസമയത്ത് നമ്മുടെ എക്സ്കൾ ടീം സോണിലേക്ക് കയറുന്നുണ്ട്. സോ ഇന്ത്യൻ ടീം റോസോക്കിൻ്റെ സൈഡ് പിടിച്ച് കയറുന്നുണ്ട്. സോ എന്തായാലും എക്സ്കളാണ് ഫ്രണ്ടിലുള്ളത്. ഏഷ്യസിനെ സ്പെക്ക് ചെയ്തല്ലോ ബ്രോ, ഞാനിപ്പോൾ സ്പെക്ക് ചെയ്തായിരുന്നു. സോ എന്തായാലും എക്സ്കളുടെ പ്ലേയേഴ്സ് നടന്നാണ് പോകുന്നത്. അതേസമയത്ത് വണ്ടിയിലാണ് നമ്മുടെ പ്ലേയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് ആക്ച്വലി എക്സ്കൾ ടീം ഫൈറ്റ് എടുക്കുന്നില്ല. കാരണം അവർക്ക് സർവൈവിങ് മാക്സിമം ചെയ്തേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ കില്ലെടുത്തേ ഒക്കത്തുള്ളൂ. കാരണം എക്സ്കൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും എപ്പിക്രസി ആണെങ്കിൽ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് കയറുന്നുണ്ട്. അതേസമയത്ത് എക്സ്കളുടെ ബാക്കി പ്ലേയേഴ്സിൻ്റെ അവസ്ഥ നോക്കണം. മാഷിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. സോ ഇതിൽ സൽമാനും ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്കും കവറിലാണ് നിൽക്കുന്നത്. സോ ഇന്ത്യൻ്റെ പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് അവിടെ വണ്ടി കൊണ്ടു നിർത്തി ആക്ച്വലി അവർ ഫൈറ്റ് എടുക്കാൻ ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു. സോ എന്തായാലും അവരാളെ നോക്കിയിട്ട് ആരെ കാണാത്തതുകൊണ്ട് അവർ പോവുകയാണ്. എന്തായാലും MRC ഉണ്ട്. MRC ഇല്ല ബ്രോ, MRC ഇല്ല. സോ എന്തായാലും നമ്മുടെ ഡസ് ടീമിനെ നോക്കിയിട്ട് വരാം. ഡസിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡസിന് ചാർലി, റഗോൺ, ഡൊമിനിക് ക്രോക്കാണ്. സോ എന്തായാലും ഇവിടുന്ന് വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കിയാണ് നമ്മുടെ ക്രോക്ക്. സോ എന്തായാലും വണ്ടിയുടെ ടയറൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോക്ക്. എന്തായാലും പക്ഷേ അവിടെ ആരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ആരും ഇല്ല. എന്തായാലും 4C3 എന്ന് പറയുന്നുണ്ട്. എന്തായാലും എക്സ്ട്രീമിൻ്റെ ഹസീം അടിച്ച് 4C3യുടെ ഒരു പ്ലെയറിനെ അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എക്സ്ട്രീം വേഴ്സസ് 4C3 അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എക്സ്ട്രീമിന് ഹസീം അവിടെ നോക്കാണ്. സോ എന്തായാലും 4C3യുടെ അവസ്ഥ നടക്കണം. 4C3 കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തോ? അതെ, 4C3 വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കായിരുന്നു. 4C3 കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ വിസാണ് ലാസ്റ്റ് കില്ല് എടുത്തിരിക്കുന്നത്. സോ എന്തായാലും എക്സ്ട്രീം അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തേക്കാൻ. എന്തായാലും നമ്മുടെ ടെസ്റ്റിൻ്റെ പ്ലേസിലേക്ക് തന്നെ പോയിട്ട് വരാം. സോ ഇവർ ചുമ്മാ ഇവിടെ നിന്നിട്ട് വണ്ടി അടിച്ച് പൊട്ടിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ബ്രെയിൻ ടീം സോണിലേക്ക് കയറുന്നുണ്ട്. ബ്ലൈൻഡ് ടീം സോണിൻ്റെ സെൻട്രലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവരടിച്ചാളെ വരുത്തുവാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. DFS ടീം സോണിലേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യസ് ടീം സോണിൽ കയറിയിട്ടുണ്ട്. എന്തായാലും എക്സ്കളുടെ സോണിലേക്ക് കയറുന്നുണ്ട്. എക്സ്കൾ കയറി ചെല്ലുന്ന ഇന്ത്യൻ ടീമിൻ്റെ അടുത്തേക്കായിരിക്കാം. സോ എന്തായാലും ടീം നമ്പർ 22 വേഴ്സസ് ടീം നമ്പർ 10 നടക്കാൻ സാധ്യതകളുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീം അവിടെ നിൽപ്പുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ അടിക്കുന്നുണ്ട്. സോ എന്തായാലും എക്സ്കളിന് ഒരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. അത് എപ്പിക്രസി ആണ്. എന്തായാലും വണ്ടി കൊണ്ടൊന്ന് ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തായാലും സൽമാനും തിരിച്ചു കിട്ടാൻ അടികൾ കിട്ടാൻ സാധ്യത. എന്തായാലും അവർ വണ്ടി കത്തിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ല. എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. സോ എന്തായാലും സൽമാൻ ഹെൽത്ത് കുറവാണ്. ഫ്രീക്കും സൽമാനും മാത്രമേ ഉള്ളൂ. സോ എന്തായാലും 2 പേർക്കും അടിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ സാർ അടിച്ചു. ആഷിക്കിൻ്റെ എപ്പിക്രസിനെ കില്ലെടുത്തിട്ടുണ്ട്. സാരി അടിച്ചു. എപ്പിക്രസിനെ കില്ലെടുത്തിട്ടുണ്ട്. സോ എക്സ്കളിന് ഇനിയും 2 പ്ലേയേഴ്സേ ഉള്ളൂ. ഫ്രീക്കും അതുപോലെ സൽമാൻ അടങ്ങുന്ന 2 പ്ലേയേഴ്സേ ഉള്ളൂ. ഇന്ത്യൻ ആണെങ്കിൽ ഇപ്പോൾ 2 കില്ലുമായിട്ടുണ്ട്. റൈഡറിൻ്റെ കില്ലും അതുപോലെ തന്നെ സാഡിക്ക് ഒരു കില്ലും. എന്തായാലും നമ്മുടെ എക്സ്കൾ ടീം ഇവിടെ സ്മോക്ക് ഇട്ട് നമ്മൾ കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. സോ എന്തായാലും ഓപ്പോസിറ്റുള്ളത് നമ്മുടെ ആക്ച്വലി നമ്മുടെ
ഇന്ത്യൻ ടീമാണ്. സോ എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് മേളിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും കവർ എടുത്ത് പോകാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നാലും എക്സ്കളുടെ സൽമാനൊക്കെ ഇട്ട് ഒട്ടുക്കത്തെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്പ്രേയാണ് സാലിൻ്റെ വക. എന്നാലും ഫ്രീക്കിനെ അടിച്ചു, ഫ്രീക്കിനെ തീർത്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ സാലാണ്. സോ ലാസ്റ്റ് ആക്ച്വലി ടൈറ്റാനാണ് ഫ്രീക്കിൻ്റെ കില്ലെടുത്തിരിക്കുന്നത്. സോ എന്തായാലും ഇന്ത്യൻ ടീമാണ് കംപ്ലീറ്റ്ലി എക്സ്കൾ ടീമിനെ വൈപ്പ് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു വണ്ടി എടുക്കുന്നുണ്ട്. സോ എന്തായാലും ഒരു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ഡി എഫ് എസ് ബ്രെയിൻ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ബ്രെയിൻ്റെ പ്ലേസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തോടെ നമ്മുടെ ഡി എഫ് എസിൻ്റെ പ്ലേസും കയറി വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീം ഇങ്ങോട്ട് തന്നെയാണ് കയറി വരാൻ സാധിക്കുന്നത്. ഡി എഫ് എസ് സോണി കയറിയിട്ടുണ്ട് ആക്ച്വലി. സോ എന്തായാലും 1x വേഴ്സ് ഡെസ് കിടക്കാൻ സാധ്യത. ഡെസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡെസിൻ്റെ പ്ലേസ് സ്വന്തം ഡെസിൻ്റെ 2 പ്ലേസ് ഡൊമിനിക്ക് അതുപോലെ തന്നെ ക്രോക്ക് അടങ്ങുന്ന 2 പ്ലേസുകൾ എന്തായാലും ഇവിടെ ആളുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഡെസിൻ്റെ ബാക്കി പ്ലേസ് പറയുന്നുണ്ട്. ഡസ് വേഴ്സസ് ടീ നമ്പർ 11 1x ഒറ്റ പ്ലെയർ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളത്. വൈറ്റോപ്പിയാണ് ആക്ച്വലി 1xൻ്റെ ബാക്കി പ്ലേസ് നഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒറ്റ പ്ലെയറെ അവർക്കുള്ളൂ. 1x ആക്ച്വലി വൈറ്റോപ്പിയാണ് അവർക്കുള്ള എന്തായാലും ഗ്രാനൈറ്റ് ഇട്ടുകൊണ്ടാണ് ഡി എഫ് ടീം അവിടെ കയറി വരുന്നത്. സോ എന്തായാലും 1xൻ്റെ വൈറ്റോപ്പി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒരു M7 ഒരു സ്കാറിലുമാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. എന്തായാലും പുള്ളി അടുത്തേക്ക് മോൾട്ടോവൾ വന്ന് വീണു. സോ മോൾട്ടോവ് പുള്ളിയുടെ ഹെൽത്ത് കുറച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒട്ടുക്കത്തെ ഗ്രനേഡിങ് ആണ് ഡസിൻ്റെ വക. സോ എന്തായാലും 1xൻ്റെ വൈറ്റോപ്പിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റോപ്പി വിടുന്നിട്ട് ഹെൽത്തൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഇനി ഒരു ഗ്രാനേഡ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രാൻഡ് റിസൾട്ട് ഉണ്ടാക്കും എന്തായാലും. പക്ഷേ അംഗബലം കൊണ്ടും നമ്മുടെ ഡസ് ടീമിന് 4 പ്ലേസ് തന്നെ ഉണ്ട്. എന്തായാലും ഇവിടെ കവറിൽ തന്നെയാണ് നമ്മുടെ 1xൻ്റെ വൈറ്റോപ്പി ഇരിക്കുന്നത്. എന്തായാലും ചാർലിയൊക്കെ കയറി വരുന്നുണ്ട്. ഡയബ്ലോ ഡി എഫ് എസ് അടിച്ചു. ഏഷ്യൻ്റെ ബാറ്റ് ബോൾസിനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. മോനെ ഒരു രക്ഷയില്ല. അത് നല്ലൊരു കളിയായിരുന്നു കേട്ടോ. എന്തായാലും ഡസിൻ്റെ ഒരു പ്ലെയറിനെ അവിടെ നോക്കുന്നുണ്ട്. ഏഷ്യസിൻ്റെ ഒരു പ്ലെയർ അവിടെ നോക്കുകയാണ്. സോ എന്തായാലും ഏഷ്യസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. സോ എന്തായാലും ഏഷ്യസിൻ്റെ പ്ലേയേഴ്സ് ആക്ച്വലി ബാറ്റ് ബോൾസ് നോക്കുകയാണ്. എന്തായാലും ബാക്കി പ്ലേയേഴ്സ് മെട്രിക്സും ക്രാറ്റോസും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഡി എഫിൻ്റെ സെബൂട്ടി അടിച്ച് എക്സ്ട്രീമിൻ്റെ ഹസീം നോക്കി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ഏഷ്യസിൻ്റെ മെട്രിക്സും അതുപോലെ തന്നെ ക്രാറ്റോസും കൂടെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാറ്റ് ബോൾഫ് അവിടെ നോക്കായിട്ട് എടുക്കണം. ബാറ്റ് ബോൾഫിനെ റിവൈവ് ചെയ്യാൻ ആക്ച്വലി ആരും ഇല്ലാന്ന് തോന്നുന്നു. സോ എന്തായാലും കോങ്ങും വേറൊരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡസിൻ്റെ പ്ലേയേഴ്സ് അടിച്ച് 1xൻ്റെ വൈറ്റ് ടോപ്പി ഒറ്റ പ്ലെയറായിരുന്നു പുള്ളി അവിടെ തീർത്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഏഷ്യസ് ടീം ചിലപ്പോൾ ഡ്രോപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ എക്സ് ടീം നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ഇവിടെ അടിക്കൽ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. സോ ഏഷ്യസിൻ്റെ ബാറ്റ് ബോൾഫ് ഇവിടെ നോക്കായിരുന്നു. സോ എന്തായാലും ഏഷ്യസിൻ്റെ കോങ്ങിനെ ആക്ച്വലി കോങ് എങ്ങനെ മരിച്ചു ഏഷ്യസിൻ്റെ. സോ എന്തായാലും ഡി എഫിൻ്റെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. ഡി എഫിൻ്റെ ഡയബിൾ ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. ടീം നമ്പർ 13 ബ്രെയിൻ ടീമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. ബ്രെയിൻ പ്ലേയേഴ്സ് 4 തന്നെ ഉണ്ട്. അത് ആക്ച്വലി സ്ലാക്ക് നോക്കാണ്. സോ എന്തായാലും സ്ലാക്കിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് തോന്നുന്നത്. സ്മോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ സോണും തുടങ്ങിയിട്ടുണ്ട്. ബ്രെയിന് സോണി കയറായിട്ടുണ്ട്. എന്തായാലും സ്മോക്കുകൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡി എഫ് എസിന് ബാക്കിൽ നിന്ന് അടികൾ വരുന്നുണ്ട്. എക്സ്ട്രീമിൻ്റെ വക. സോ എന്തായാലും സെബൂട്ടിയൊക്കെ ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും ക്രിനാക്സ് കയറി അടിച്ചു. ബ്രെയിൻ്റെ ഷോണിനെ നോക്കി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ ക്രിനാക്സ് ആക്ച്വലി എക്സ്ട്രീമാണ് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഡി എഫ് എസിൻ്റെ പ്ലേയേഴ്സിനെ ആക്ച്വലി കണ്ടിട്ടുണ്ട്. സോ എന്തായാലും കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡി എഫ് എസ് അവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ബ്രെയിൻ ടീം കംപ്ലീറ്റ് ഡി എഫ് എസിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇവിടെ ഒരു പ്ലെയർ നോക്കായിരുന്നു. സ്ലാക്ക് ആക്ച്വലി സ്ലാക്കിനെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലാക്കിന് ഹെൽത്ത് കൊടുത്തിട്ടുണ്ട്. സോ എക്സ്ട്രീമാണ് ഓപ്പോസിറ്റിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രീമിലാണെങ്കിൽ പ്ലേയേഴ്സ് ആക്ച്വലി എക്സൽ ആണെന്ന് തോന്നുന്നു. ആക്ച്വലി എക്സൽ എടുത്തും ഏഷ്യസിൻ്റെ കോങ് ഇവിടെ നോക്കായിട്ട് കിടക്കുകയാണ്. ഏഷ്യസിൻ്റെ ഒരു പ്ലെയർ കോങ് ആണ് നോക്കായിട്ട് കിടക്കുന്നത്. എന്തായാലും ഏഷ്യസിൻ്റെ ബാക്കി പ്ലേസിലേക്ക് പോകണം. ഏഷ്യസിൻ്റെ കാറ്റോസ് മെട്രിക്സ് അടങ്ങുന്ന 2 പ്ലേസാണല്ലോ. എന്തായാലും എനിക്ക് ബഗ് അടിച്ചിട്ടുണ്ട്. 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ജെയിംസ് ഫ്രാൻസിസ് വെൽക്കം ടു സ്ട്രീം ബ്രോ. ബഗ്ഗടിച്ചു. സോ മാപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അനങ്ങുന്നില്ല. കട്ട സ്റ്റക്ക്. ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ.
ആ ബിസാറോ ഗെയിമിംഗ് ബ്രോ, അതെ സ്റ്റക്കായി ബ്രോ, സ്റ്റക്കായി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4C3 എന്ന് പറയുന്നത് ആദർശ് നായർ. സോ പെയിനെ സ്റ്റാർക്കിനോടൊന്ന് റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയണേ. സ്ട്രീം സ്നൈപ്പിംഗ് പിടിക്കാൻ സാധ്യതയില്ല, കാരണം 1 hour നമ്മൾ ഡിലേ ഇട്ടിട്ടുണ്ട് ബ്രോ. IG ഫ്രാഗ് വൈറ്റി, താങ്ക് യു സോ മച്ച് ബ്രോ. ത്രൈവ് ശ്രീ എന്ന് പറയുന്നുണ്ട് ബ്രോ. എന്തായാലും ആക്ച്വലി നമ്മൾ ഫൈനൽസ് കൊടുത്ത് റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫൈനൽസ് ഓൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്ലേസിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. സോ സ്പെക്ടേറ്റിങ് പോകുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി 4 ടീമേ ഉള്ളൂ. വാർഗോഡ്, എക്സ് ടീം, ടെസ്. ആക്ച്വലി ഇവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ കിൽ ഫീഡും ഇതും വെച്ചേ പറയാനൊക്കത്തുള്ളൂ, കാരണം സ്പെക്ടേറ്റിംഗ് കൊടുത്തിട്ട് സ്പെക്ടേറ്റിംഗ് ആയിട്ടില്ല ആക്ച്വലി. സോ സ്പെക്ടേറ്റിംഗ് ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ്റെ ടീമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വേഴ്സസ് ടീം നമ്പർ 9 ആണെന്ന് തോന്നുന്നു. ടീം നമ്പർ 9 നമ്മുടെ ടെസ്സാണ്. ടെസ്സിൻ്റെ പ്ലേസ് ആക്ച്വലി ഇവിടെ നിൽപ്പുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ്റെ സാഡി അടിച്ചു, ടെസ്സിൻ്റെ ചാർലി ഇവിടെ നോക്കി ചെയ്യുന്നു. ടെസ്സിൻ്റെ ഒരു പ്ലെയർ നോക്കാണ്. സോ എന്തായാലും NV അടിച്ചു. ഇന്ത്യൻ്റെ ടൈറ്റാൻ ഇവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ബ്രൈഡറിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെസ്സിൻ്റെ പ്ലേസിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. ടെസ്സിൻ്റെ റെക്കോണെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടെസ്സിൻ്റെ പ്ലേസ് ഇവിടെ നിൽക്കുന്നതാണ്. ടീം നമ്പർ 16 ആണ് ഓപ്പോസിറ്റുള്ളത്. ടീം നമ്പർ 16 നമ്മുടെ എക്സ് ടീമാണ്. സോ എന്തായാലും എക്സ് ടീമിൽ ഹസീം അടിച്ചു. ടെസ്സിൻ്റെ ക്രോക്ക് FTWനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ബഗ്ഗാണ്, മൂവ്മെൻറ്റ് ബഗ്ഗിലാണ് നിൽക്കുന്നത്. എന്തായാലും സാലിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുഹൈബ് കെ വി പൊളി അൽപ്പൊളി കട്ടപ്പൊളി മാച്ച് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. സോ എന്തായാലും ടീം നമ്പർ 22 വേഴ്സസ് ആക്ച്വലി നീ ഇങ്ങനെ എന്ന കാര്യം നടക്കുന്നത്. എന്തായാലും ഡെസിന് റെക്കോർഡ് ഇവിടെ നോക്കുകയാണ്. സോ എന്തായാലും ഡെസിന് ഇനി ആരൊക്കെയാണുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഡെസിൻ്റെ പ്ലേസിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മൂവ്മെൻറ്റ് നല്ല ബഗ്ഗിലാണ് നിൽക്കുന്നത്. സോ എന്തായാലും ഡെസിന് ഡൊമിനിക്ക് അവിടെ തീരുകയാണ്. എന്തായാലും ടീം നമ്പർ 16 ഇനിയുള്ള പ്ലേയേഴ്സ് ആക്ച്വലി എക്സ് ടീമിൻ്റെ ഡെസ് ടീം അവിടെ കംപ്ലീറ്റ് വൈപ്പായിട്ടുണ്ട്. എക്സ് ടീമിൻ്റെ ഹസീം എൻ്റെ പോനെ 12 കില്ലോ. സാൻ എന്തായാലും എക്സ് ടീമിൻ്റെ ഹസീമിനെ അവിടെ തീർക്കുന്നുണ്ട്. ഇനി എന്തായാലും വാർഗോ ടീം ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോൻ്റെ പ്ലേസിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വാർഗോൻ്റെ പ്ലേസ് താഴെയാണ് നിൽക്കുന്നത്. സോ എന്തായാലും വാർഗോൻ്റെ പ്ലേസ് ഇവിടെ നിൽപ്പുണ്ട്. മേളിൽ നമ്മുടെ ടീം നമ്പർ 22 ഇന്ത്യൻ ടീമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റൈറ്റ് അടിച്ചു, എക്സ് ടീമിൻ്റെ എക്സൻ അടിച്ചു, തിരിച്ച് ഇന്ത്യൻ ടൈറ്റൻ അടിച്ചു. വാർഗോൺ ഡ്രാക്കുളയെ നോക്കാണ്. വാർഗോണിൻ്റെ NV അടിച്ചു. ഇന്ത്യൻ ടൈറ്റാനെ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും വാർഗോഡ് വേഴ്സസ് ഇന്ത്യൻ്റെ അടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സോ ഇവിടെ രണ്ട് ടീമേ കാണിക്കുന്നുള്ളൂ, പക്ഷേ ടോട്ടൽ പറയുന്നത് 4 ടീം ഉണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. എന്തായാലും കട്ട വഗ്ഗാണ്. സോ വാർഗോണിൻ്റെ NV വീണ്ടും അടിച്ചു. ഇന്ത്യൻ ടൈറ്റാനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. എന്താണെന്നൊരു പിടുത്തവുമില്ല. ആക്ച്വലി ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് വേഴ്സസ് വാർഗോഡിൻ്റെ പ്ലേയേഴ്സ് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം. സോ 2 ടീമേ ഇവിടെ ആക്ച്വലി കാണിക്കുന്നുള്ളൂ. ടീം നമ്പർ 22 ടീം നമ്പർ 15 2 ടീമുകളെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഓക്കെ സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും സെറ്റായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഫൈനൽ അടികൾ നടക്കുമ്പോൾ വാർഗോഡ് വേഴ്സസ് ഇന്ത്യനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യന് 4 പ്ലേയേഴ്സ്, വാർഗോഡിന് 4 പ്ലേയേഴ്സുമാണുള്ളത്. എന്തായാലും വാർഗോഡിന് പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വാർഗോഡിൻ്റെ വോട്ടക്സ് ഒക്കെ കറങ്ങി കയറുന്നുണ്ട്. വോട്ടക്സിന് ഇവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. വോട്ടക്സ് തിരിച്ച് കവറിൽ ആക്ച്വലി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും വോട്ടക്സിനെ അടിച്ചു. സാൽ നോക്കി ചെയ്തിട്ടുണ്ട്. വാർഗോഡിൻ്റെ NV ഫ്ലോക്കി, അതുപോലെ തന്നെ ഡ്രാക്കുള അടങ്ങുന്ന 3 പ്ലേയേഴ്സ് കയറുന്നുണ്ട്. സോ ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് ഇവിടെ കിടന്നടിക്കുന്നുണ്ട്. സോ എന്തായാലും ഫ്ലോക്കി നോക്കാണ്. സോ NV നോക്കായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിനത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ട്. സോ എന്തായാലും ഒടുക്കത്തെ കളിയായിരുന്നു ഇന്ത്യൻ്റെ ടീമിൻ്റെ വക. കുറച്ച് ഫൈറ്റുകൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. എന്തായാലും സോ എന്തായാലും നമുക്ക് ഒരു രക്ഷയില്ലാതെ പറയേണ്ട ഒരു പ്ലെയറാണ് എക്സ് ടീമിൻ്റെ ഹസീം. പുള്ളി 12 കില്ലെടുത്തിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ചിക്കൻ ഡിന്നർ കൊണ്ടുവരുന്നത് ഇന്ത്യൻ്റെ റൈഡർ, ഇന്ത്യൻ്റെ ടൈറ്റാൻ, ഇന്ത്യൻ്റെ സാലി അടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുവരുന്നത്. റൈഡറിന് 3 കില്ല്, ടൈറ്റാന് 3 കില്ല്, അതുപോലെ തന്നെ സാഡിക്ക് 3 കില്ല്, അതുപോലെ തന്നെ സാലിന് 6 കില്ലാണുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതെത്തിക്കും നമ്മുടെ വാർഗോ ടീമാണ്. വാർഗോഡിനാണെങ്കിൽ വാർഗോഡിൻ്റെ ഫ്ലോക്കിക്ക് 1 കില്ല്, അതുപോലെ തന്നെ ഡ്രാക്കുളയ്ക്ക് 2 കില്ലുമുള്ള. എക്സ് ടീമിനാണെങ്കിൽ എക്സ് ടീമിൻ്റെ എക്സൻ 2 കില്ലും, ഹസീമിന് 12 കില്ലും, വിസാഡിന് 3 കില്ലും, അതുപോലെ തന്നെ റീപ്പറിന് 1 കില്ലുമുള്ളത്. 4-മത്തേക്ക് നമ്മുടെ ഡസ് ടീമാണ്. ഡസിനാണെങ്കിൽ 1 കില്ലേ ഉള്ളത് നമ്മുടെ ക്രോക്കിനാണ്. സോ 5-മത്തേക്ക് നമ്മുടെ ബ്രെയിൻ ടീമാണ്. സോ ബ്രെയിനാണെങ്കിൽ ഫോക്സിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ 6-മത്തേക്ക് ബ്ലൈൻഡ് ടീമാണ്. സോ ബ്ലൈൻഡിന് കില്ല് ആക്ച്വലി ഒന്നുമില്ല. 7-മത്തേക്ക് നമ്മുടെ ഏഷ്യസ് ടീമാണ്. ഏഷ്യസിനാണെങ്കിൽ മെട്രിക്സിന് 2 കില്ലുണ്ട്. അതുപോലെ തന്നെ 8-മത്തേക്ക് നമ്മുടെ DFS ടീമാണ്. സോ DFSന് സെബൂട്ടിക്ക് 1 കില്ല്, ഡയബ്ലോയ്ക്ക് 1 കില്ല്, അതുപോലെ തന്നെ നമ്മുടെ റോഗിന് 1 കില്ല്, അതുപോലെ തന്നെ ക്രിനാക്സിന് 2 കില്ല്,
കില്ലാണ്. സോ 9-ാമത്തേക്ക് നമ്മുടെ 1x ടീം 1xന് കില്ലൊന്നുമില്ല. 10-ാമത്തേക്ക് നമ്മുടെ എക്സ് കളാണ്, സോ അവർക്കും കില്ലൊന്നുമില്ല. 11-ാമത്തേക്ക് നമ്മുടെ 4C3 ടീമാണ്, സോ അവർക്ക് ആക്ച്വലി 4C3യുടെ റാപ്റ്ററിന് 2 കില്ലും. മിസ്സിങ് ടുഡേ എന്താ പറഞ്ഞത്, മിസ്സിങ് ടുഡേ മൈ സെമി ഫൈനൽ ബട്ട് ഐ വിൽ കം ഫൈനൽ എന്ന് പറയുന്നുണ്ട് വിസാരു. സോ 4C3യുടെ കൊച്ചുണ്ണിക്ക് 2 കില്ലുണ്ട്. എന്തായാലും നമ്മുടെ 12-ാമത്തേക്ക് LOB ടീമാണ്. LOBയുടെ സ്പാർക്കറിന് 2 കില്ലും, അതുപോലെ തന്നെ റിഫ്ലക്സിന് 3 കില്ലുമാണുള്ളത്. അതുപോലെ തന്നെ 13-ാമത്തേക്ക് ബ്രദേഴ്സിന് ടീമാണ്, അവർക്ക് കില്ലുന്നില്ല. 14-ാമത്തേക്ക് നമ്മുടെ 8x ടീമാണ്, അവർക്ക് കില്ലുന്നില്ല. 15-ാമത്തേക്ക് നമ്മുടെ ഇസഡാർ ടീമാണ്, സോ എന്തായാലും ഇസഡാറിൻ്റെ അക്വറൈസിന് 1 കില്ലുണ്ട്. അതുപോലെ തന്നെ 16-ാമത്തേക്ക് നമ്മുടെ PNX ടീമാണ്, സോ എന്തായാലും PNXൻ്റെ കർണൻ പുള്ളിക്ക് 1 കില്ലുണ്ട്. സോ എന്തായാലും ഇത്രയും പേരാണ് നമ്മുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി. സോ എന്തായാലും ഫൈനൽസിൽ ആരൊക്കെ കളിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്ലീസ് സ്ക്രോൾ എന്ന് പറയുന്നുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ബ്രോ. സോ ഗൈസ്, നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനുമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നാളെ നമ്മുടെ ഫൈനലുണ്ടായിരിക്കും, മറ്റന്നാൾ നമ്മുടെ ഫൈനലുണ്ടായിരിക്കും. 2 ഫൈനലായിരിക്കും ഉള്ളത്. നാളെ ഗ്രൂപ്പ് ആക്ച്വലി നാളെ റാങ്കിൾ മാപ്പും മറ്റന്നാൾ മാപ്പിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു മിറാമർ അല്ലെങ്കിൽ വിക്കേണ്ടി ആയിരിക്കും. സോ എന്തായാലും നാളെ അഡ്മിൻസ് പറയുന്നതായിരിക്കും. സോ നമ്മുടെ സെമി ഫൈനൽസ് ഇവിടെ തീരുകയായിരിക്കും. ഫൈനൽസ് നമുക്ക് കാണാം നാളെ മറ്റന്നാൾ 10 മണിക്ക്. അതെ, 10 മണിക്കാണ് 2 മാച്ചും. സോ എന്തായാലും ദിസ് ഈസ് ബൈ ഫ്രം സിബിൻ, ബൈ ഫ്രം ബ്രദേഴ്സ് ഇൻ ആം ക്ലാൻ പ്രസൻസ്, ബ്രദേഴ്സ് ഇൻ ആം ചാമ്പ്യൻ ലീഗ്. ഗുഡ് നൈറ്റ്.